രാമൻ കെട്ടിയ സീതപ്പെണ്ണേ, കാട്ടിൽ പോകണ സീതപ്പെണ്ണേ. വനവാസത്തിലേക്ക് പോണ സമയത്ത് ഉള്ള ഭാഗമാണ് പാടാൻ പോകുന്നത്. എന്തൊക്കെ കാട്ടിൽ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. രാമൻ കെട്ടിയ സീതപ്പെണ്ണേ, കാട്ടിൽ പോകണ സീതപ്പെണ്ണേ, ഇടയിൽ നടക്കണം സീതപ്പെണ്ണേ, വെക്കം നടക്കണം സീതപ്പെണ്ണേ. രാമൻ കെട്ടിയ സീതപ്പെണ്ണേ, കാട്ടിൽ പോകണ സീതപ്പെണ്ണേ, രാമൻ കെട്ടിയ സീതപ്പെണ്ണേ, കാട്ടിൽ പോകണ സീതപ്പെണ്ണേ, ഇടയിൽ നടക്കണം സീതപ്പെണ്ണേ, വെക്കം നടക്കണം സീതപ്പെണ്ണേ, ഇടയിൽ നടക്കണം സീതപ്പെണ്ണേ, വെക്കം നടക്കണം സീതപ്പെണ്ണേ. കാട്ടിനുള്ളിൽ പോവരുതേ, കാട്ടുമൃഗം കാണരുതേ, കാട്ടുവരെ കേറരുതേ, കാട്ടുമഞ്ഞേ കൊള്ളരുതേ. രാമൻ കെട്ടിയ സീതപ്പെണ്ണേ, കാട്ടിൽ പോകണ സീതപ്പെണ്ണേ. കാട്ടുപുഴയിൽ കുളിക്കേണം, കാട്ടുചോര കുടിക്കേണം, കാട്ടുപുഴയിൽ കുളിക്കേണം, കാട്ടുചോര കുടിക്കേണം, കാട്ടുപഴം തിന്നേണം, കാട്ടിലേക്ക് കിടക്കേണം, കാട്ടുപഴം തിന്നേണം, കാട്ടിലേക്ക് കിടക്കേണം. രാമൻ കെട്ടിയ സീതപ്പെണ്ണേ, കാട്ടിൽ പോകണ സീതപ്പെണ്ണേ. കാട്ടുമരുന്ന് ഉണ്ടവിടെ, കാട്ടുതേന് ഉണ്ടവിടെ, കാട്ടുപൂക്കൾ ഉണ്ടവിടെ, കാട്ടുപക്ഷികൾ ഉണ്ടവിടെ. രാമൻ കെട്ടിയ സീതപ്പെണ്ണേ, കാട്ടിൽ പോകണ സീതപ്പെണ്ണേ, ഇടയിൽ നടക്കണം സീതപ്പെണ്ണേ, വെക്കം നടക്കണം സീതപ്പെണ്ണേ. കാട്ടുകുണ്ടി പാട്ടു കേൾക്കാം, കാട്ടുവഴിയിലാട്ടക്കെടാം, കാട്ടുകുന്നിൽ കാഴ്ചകടാം, കാട്ടുവള്ളിയിൽ ഊഞ്ഞാലാടാം. കാട്ടുകുണ്ടി പാട്ടു കേൾക്കാം, കാട്ടുവഴിയിലാട്ടക്കെടാം, കാട്ടുകുന്നിൽ കാഴ്ചകടാം, കാട്ടുവള്ളിയിൽ ഊഞ്ഞാലാടാം. കല്ലുണ്ട മുള്ളുണ്ട സീതപ്പെണ്ണേ, കുളിയുണ്ട മേടുണ്ട സീതപ്പെണ്ണേ, കാലു തളരുമ്പോൾ പോവരുന്ന, കാലു മുറിയുമ്പോൾ വീടരുന്ന, കാലു തളരുമ്പോൾ പോവരുന്ന, കാലു മുറിയുമ്പോൾ വീടരുന്ന. കാട്ടിൽ പോകണ സീതപ്പെണ്ണേ, കാട്ടിൽ പോകണ സീതപ്പെണ്ണേ, ഇടയിൽ നടക്കണം സീതപ്പെണ്ണേ, വെക്കം നടക്കണം സീതപ്പെണ്ണേ. രാമൻ കെട്ടിയ സീതപ്പെണ്ണേ, രാമൻ കെട്ടിയ സീതപ്പെണ്ണേ. രാമന്റെ കഥ വളരെ ലളിതമായ രീതിയിൽ ഒന്ന് അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. കോശലരാജൻ ശ്രീരാമൻ, ത്രൈലോകനാഥൻ ശ്രീരാമൻ, പാലാഴിനാഥൻ ശ്രീ മഹാവിഷ്ണു അവതാരമെടുത്തു രാമനായി, അവതാരമെടുത്തു രാമനായി. കോശലരാജൻ ശ്രീരാമൻ, ത്രൈലോകനാഥൻ ശ്രീരാമൻ, കോശലരാജൻ ശ്രീരാമൻ, ത്രൈലോകനാഥൻ ശ്രീരാമൻ, പാലാഴിനാഥൻ ശ്രീ മഹാവിഷ്ണു അവതാരമെടുത്തു രാമനായി, അവതാരമെടുത്തു രാമനായി. രാവണവധത്തിനു ഹേതുവായി ചെയ്ത ശ്രീ മഹാലക്ഷ്മി സീതയായി, ജനകേ പുത്രി രാമപാലി, യുവപുരുഷന്മാരുടെ മാതാവേ, യുവപുരുഷന്മാരുടെ മാതാവേ. നീലത്താമര നീലഴകേ, കരിങ്കോവേള കണ്ണഴകേ, സൂര്യചന്ദ്രശോഭ ചന്ദനകാന്തി, സൂര്യചന്ദ്രശോഭ ചന്ദനകാന്തി. രത്നധാരി ശ്രീരാമൻ, രത്നധാരി ശ്രീരാമൻ, ദശരഥ കൗശല്യ മകനായി രാമൻ, ലോകേ മാതൃക പുരുഷനായി. കോശലപുത്രൻ അസ്ത്രനിപുണൻ, നീലശാസ്ത്ര പണ്ഡിതൻ, നീലശാസ്ത്ര പണ്ഡിതൻ. വിശ്വാമിത്രന്റെ യാഗം തടഞ്ഞ് താരകയെ രാമൻ വധം ചെയ്ത് ഗന്ധർവയാക്കി സുന്ദരിയാക്കി, ദേവലോകത്ത് സ്ഥാനം നൽകി, ദേവലോകത്ത് സ്ഥാനം നൽകി. ജനകരാജന്റെ കൊട്ടാരം പോയി കൈമ്പ
അലങ്കാര ദീപം കോസല രാജ്യം അലങ്കാര ദീപം തുമ്പിയാനന്ദം മുഴങ്ങിവാനിൽ തുമ്പിയാനന്ദം മുഴങ്ങിവാനിൽ ഭാഗവതോരം തീർക്കുവാനായിട്ട് തുല്യടുത്തു കാട്ടിയവൻ ഭാഗവരാമൻ നെഞ്ചോട് ചേർത്തു രാമദേവനെ അനുഗ്രഹിച്ച് രാമദേവനെ അനുഗ്രഹിച്ച് രാമാഭിഷേകം നേരത്തെ കൈകി ദശരഥനോട് മനം കേട്ടു ഭരതനു രാജ്യം രാമന് കാട് ദശരഥ രാജൻ നിലം പതിച്ച് ദശരഥ രാജൻ നിലം പതിച്ച് ലക്ഷണമൊത്തൊരു ശ്രീലക്ഷ്മണ മത്സരപൂർവം തിരിയുവേഗം ഈ പ്രപഞ്ചത്തിൽ എല്ലാം മായ മായ സ്വരൂപൻ ശ്രീരാമൻ സർവദേവാംശൻ ശ്രീരാമൻ സർവദേവാംശം ശ്രീരാമൻ സർവദേവാംശൻ ശ്രീരാമൻ സർവദേവാംശം രാമസീത വിഷ്ണുരാമൻ ലക്ഷ്മി സീത വിഷ്ണുരാമൻ ലക്ഷ്മി സീത രാമസീത രഹസ്യമിതേ രാമസീത രഹസ്യമിതേ ദുർവാസാവിൻ ശാപം കൊണ്ടു വിദ്യാധരൻ വിരാതനായി രാമബാണമേറ്റു വിരാതനു മോക്ഷം കാലത്തിൽ ഭവിച്ചു സ്വർഗം പോകെ ഗംഗാവനകെ തീരത്തെ പഞ്ചവടിയിൽ പർണശാല ഇലപുഷ്പമെത്ത വൈകനികളന്നം പുഴനീരപാനം കുടിജവാരം ചിത്രകൂടത്തിൽ വസിക്കുന്ന കാലത്ത് ദശരഥ മരണ വാർത്തകേട്ട് കണ്ണീർ വാർത്തു വിധിയെ ഓർത്തു ശേഷക്രിയ നടത്തിരാമൻ ശേഷക്രിയ നടത്തിരാമൻ മാൻവേഷത്തിൽ ആര്യൻ സീതയുടെ മുമ്പിൽ കളി തുടങ്ങി മന്ത്രി പണ്ടാമൻ ഇല്ലെടുത്ത് ഓടി ശരമേറ്റുമാനു കിടഞ്ഞു വീണ് ശരമേറ്റുമാന് കിടഞ്ഞു വീണ് സുന്ദരിയെ ഭാവികനായി ദേവേന്ദ്രൻ ചില മായകളെ മുതവരറിഞ്ഞു ചിലയാക്കി തീർത്തു രാമപാദം മോക്ഷണികെ രാമപാദം മോക്ഷണികെ കപട സന്യാസി വേഷം പോട്ടു രാവണതേരിൽ സീതയെത്തി ആകാശമാകെ ഗംഗയിലെത്തി കാലഗ്രഹത്തിൽ കൂട്ടുകിട്ട് കാലഗ്രഹത്തിൽ കൂട്ടുകിട്ട് സീതാപഹാരം കടഞ്ഞ ജടായും ചന്ദ്രകാശവാളാൽ ചിറകൊടിഞ്ഞ് രാമനെ കണ്ടു കാര്യങ്ങൾ ചൊല്ലി മോക്ഷയോഗം പ്രാപിച്ച് യൗവന കാലത്തെ കേളിത കവർന്നൻ അഷ്ടവക്രൻ ശാപമേകി അശൂരനായി മാറ്റി രാമബാണമേറ്റു കവന്തൻ പൂവ് സ്ഥിതിയിലെത്തി കവന്തൻ പൂവ് സ്ഥിതിയിലെത്തി സവര്യ ആശ്രമം പൂവിക രാമൻ താപസരാമ ചിരസണിഞ്ഞ് രാമദർശനത്താൽ അഗ്നിയിലണിഞ്ഞു സവരയ്ക്ക് രാമൻ മോക്ഷണികെ സവരയ്ക്ക് രാമൻ മോക്ഷണികെ ശ്രീരാമഭക്തൻ ശ്രീഹനുമാൻ വായുപുത്രൻ ശ്രീഹനുമാൻ ശ്രീരാമഭക്തൻ ശ്രീഹനുമാൻ വായുപുത്രൻ ശ്രീഹനുമാൻ ഉഗ്രബലശാലി ബ്രഹ്മചാരി രാമസേവകൻ ശ്രീരാമൻ ബാലി സുഗ്രീവ പോരാട്ടത്തിൽ ബാലിയെ പതിച്ചു ശ്രീരാമൻ ബാലി പാവം തീർത്തു വിഷ്ണുലോകം ചേർത്തു പുണ്യേ മോക്ഷം ഏകിരവൻ ബാലി ബാല്യ താരയ്ക്ക് ശ്രീരാമദേവ ഉപദേശം മായമോഹം വിധിയു ആത്മതത്വമറിയു മായമോഹം വിധിയു ആത്മതത്വമറിയു മനസ്സിലെ വേഗം ശുദ്ധവാക്ക് മനസ്സിലെ വേഗം ശുദ്ധവാക്ക് സമുദ്രം ചാടി കടന്നു വരുവാൻ ഗംഗാരാവണ കോട്ടയെത്തി സീതയെ കണ്ടു അടയാളം കാട്ടി സീത അനുഗ്രഹം വാങ്ങി
രാവണ പടയോട് ഏറ്റുമുട്ടി. രാവണെ വധിച്ചു ലങ്കരാജു മുറിച്ചു. രാവണെ വധിച്ചു ലങ്കരാജു മുറിച്ചു. സീതാദേവിയെ രക്ഷിച്ചു. സീതാദേവിയെ രക്ഷിച്ചു. പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയെങ്കിലും രാമൻ്റെ കഥ അവർക്ക് അവരുടെ ഉള്ളിലേക്ക് എത്തും എന്ന് വിശ്വസിക്കുന്നു. ജീവിതത്തിൽ നടക്കുന്നതെല്ലാം രാമായണത്തിലും മഹാഭാരതത്തിലും ഉണ്ട്. രാമായണത്തിലെ സുപ്രധാനമായ ശ്ലോകമേത് എന്നൊരു ചോദ്യമുണ്ട്. അതിനൊരു ഉത്തരം മാം വിധി എന്നാണ്. അതിൻ്റെ മലയാള അർത്ഥം സ്വന്തം ജ്യേഷ്ഠത്തിയെ അമ്മയായി കരുതുക, സ്വന്തം ജ്യേഷ്ഠനെ അച്ഛനായി ബഹുമാനിക്കുക, കരുതുക. ഇരിക്കുന്ന ഇടം എത്ര മോശമാണെങ്കിലും അതിന് പവിത്രമായി കാണുക. നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ഇളയ അനുജത്തി ഏറ്റവും ഉയർന്ന ഏട്ടനെ അച്ഛനൊക്കെയാണ് വിളിക്കുന്നത്. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നിലനിർത്താൻ രാമായണത്തിന് വലിയ സന്ദേശം നൽകിയിട്ടുണ്ട്. ഭാരതത്തിനെ വേറിട്ട് നിർത്തുന്നത് കുടുംബ ബന്ധങ്ങളുടെ, ആത്മബന്ധങ്ങളുടെ ഐക്യമാണ്. തല്ലിപ്പിരിയാതെ എപ്പോഴും സ്നേഹത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, ഭക്തിയോടുകൂടി ഒരു കുടുംബം, ഒരു രാജ്യം, ഒരു ലോകം നിലനിൽക്കാൻ രാമായണം ഓതുന്ന സന്ദേശമാണ് ഇത്. അപ്പോൾ എല്ലാവരെയും, നമ്മളെ മൂത്തവരെ, അത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും പഠിച്ചാലും ഇല്ലെങ്കിലും മൂത്തവരെ, നിരവധി ഓണമുണ്ടവരെ, നിരവധി പൂർണ്ണചന്ദ്രന്മാരെ കണ്ടവരെ ബഹുമാനിക്കുക. അത് കറുത്തതായാലും വെളുത്തതായാലും സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രായമായവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല സന്ദേശമാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പം മധുരിക്കുന്നതാണ് കുടുംബം. തല്ലിപ്പിരിയാനല്ല കൂടിച്ചേരേണ്ടത്, കൂട്ടി നിൽക്കാനാണ്. വേരുകൾ പോലെ, മണ്ണുപോലെ, ആകാശം ഭൂമിയെപ്പോലെ ഉറച്ചു നിൽക്കാനാണ്. ആ ഇമ്പം ഉണ്ടാകണമെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ അൻപുണ്ടാകണം. അൻപ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹമാണ്. സ്നേഹമാണ് നമ്മളെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. സ്നേഹം നമ്മുടെ മനസ്സിൽ ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സ്നേഹം കിട്ടാതെയാണ് പല ദുരന്തങ്ങളും നമ്മുടെ കുടുംബത്തിലും നാട്ടിലും നടക്കുന്നത്. സ്നേഹമുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ മനസ്സിൻ്റെ സൗഖ്യത്തോടു കൂടി നിലനിൽക്കാൻ നമുക്ക് സാധ്യമായിട്ടും. നമ്മൾക്ക് രാമനാമം ചൊല്ലി ഇത് അവസാനിപ്പിക്കാം. അവിടെ നിൽക്കുന്ന സഹോദരിമാരൊക്കെ ഒന്നും ഇങ്ങോട്ട് വരണം. നിങ്ങളൊക്കെ ഭക്തജനങ്ങളാണ്. നമുക്കിത് കഴിഞ്ഞ് തൊഴുതണം, കഞ്ഞി പാർക്കണം. എല്ലാവരും നേരിട്ട് ചൊല്ലും കൂടി വേണം. കാരണം കലയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാറ്റി നിർത്തലല്ല, കൂട്ടിക്കിണക്കി നല്ലത് അവരുടെ നാവിൻ്റെ തുമ്പിൽ ചൊല്ലിപ്പിക്കണം. എന്ത് ചൊല്ലുന്നവോ, എന്ത് ചെയ്യുന്നവോ, എന്ത് ചിന്തിക്കുന്നവോ നമ്മുടെ ബ്രെയിനിൽ, തലച്ചോറിൽ അത് റെക്കോർഡിംഗ് ആണ്. വാനരക്കൂട്ടം പടകൂടി ശ്രീരാമനെ ചുറ്റി സ്തുതി പാടി. വാനരക്കൂട്ടം പടകൂടി ശ്രീരാമനെ ചുറ്റി സ്തുതി പാടി. കാനന തന്നിൽ അവരേറി കരിമ്പറ തേടി. വാനരക്കൂട്ടം പടകൂടി ശ്രീരാമനെ ചുറ്റി സ്തുതി പാടി. വാനരക്കൂട്ടം പടകൂടി ശ്രീരാമനെ ചുറ്റി സ്തുതി പാടി. കാനന തന്നിൽ അവരേറി കരിമ്പാറ കൂട്ടം അവർ തേടി. കാട്ടുകൊമ്പുക കയ്യേറി കടത്തീരം നോക്കി അവർ ചാടി. കാട്ടുകൊമ്പുക കയ്യേറി കടത്തീരം നോക്കി അവർ ചാടി. കൂട്ടം അവരോടി കല്ലിനല്ല ചിറമാടി. വാനരക്കൂട്ടം നാടായേ ദുഷ്ടരാവണ ഗോപുരം കാണായേ. ചാടി ഹനുമാൻ രാവണന്റെ കോട്ടയിൽ, ഓടി ഹനുമാൻ രാവണന്റെ കോട്ടയിൽ. ചാടി ഹനുമാൻ രാവണന്റെ കോട്ടയിൽ, ഓടി ഹനുമാൻ രാവണന്റെ കോട്ടയിൽ. എന്താ രാവണ ഏതാ രാവണ സീതയെ കക്കാൻ കാരണം? എന്താ രാവണ ഏതാ രാവണ സീതയെ കക്കാൻ കാരണം? നിന്നോടാര് പറഞ്ഞിട്ടോ നിനക്ക് തന്നെ തോന്നിട്ടോ? ചാടി ഹനുമാൻ രാവണന്റെ കോട്ടയിൽ, ഓടി ഹനുമാൻ
രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. ഈ 2 വരി നിങ്ങൾ ഏറ്റു പാടണം. ബാക്കി വരി ഞാൻ പാടാം. ഞാൻ പാടിയ ശേഷം കോറസ് നിങ്ങൾ പാടണം. രാമ 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 പാഹി മാം. ഇതെന്നെ ഏറ്റു പറഞ്ഞാൽ മതി 2 പ്രാവശ്യം. രാമ 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 പാഹി മാം. രാമനാമം ജപിക്കുന്നു രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമനാമം വിളിക്കുന്നു രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 രാമനാമം വിളിക്കുന്നു രാമ രാമ പാഹി മാം. രാമനാമം ജപിക്കുന്നു രാമ രാമ പാഹി മാം. രാമ 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 രാഘവ രാമ 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 രാജകീയ രാമ. രാമ 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 പാഹി മാം. രാജകല രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ രാമ പാഹി മാം. മാതാ, പിതാ, ഗുരു ഇവരാണ് കണ്ണുകൊണ്ട് കാണുന്ന ദൈവങ്ങൾ. അമ്പലങ്ങളിൽ പോകുന്നതും പൂജ കഴിക്കുന്നതും പാടുന്നതും പഠിക്കുന്നതും എഴുതുന്നതും കഥ പറയുന്നതും സ്വന്തം അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കാനും പ്രായമാകുമ്പോൾ വൃദ്ധസദനത്തിൽ കൊണ്ട് വിടാതെ അവരെ തൻ്റെ ജീവനെ പോലെ കാണാനുമാണ്. ലോകത്തിൽ സ്നേഹം എന്ത് എന്ന് കുഞ്ഞറിയണമെങ്കിൽ അത് അമ്മയിൽ നിന്നാണ് ലഭിക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും വേദനയും സങ്കടവും വിയർപ്പും ആണ് കുട്ടികളുടെ സന്തോഷം. കണ്ണുകൊണ്ട് കാണുന്ന ദൈവങ്ങളാണ് അമ്മയും അച്ഛനും അക്ഷരം പഠിപ്പിച്ചു തരുന്ന ഗുരുവും. നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഗുരുത്വം ഉണ്ടാക്കട്ടെ. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ചൈതന്യങ്ങളാണ് ദാരുശില്പങ്ങളിൽ ശിലകളിലൊക്കെ ആവാഹിച്ച ദേവി ദേവന്മാരുടെ മഹാബിംബങ്ങളും സങ്കല്പങ്ങളും. നിങ്ങൾക്ക് എല്ലാവിധ രാമൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമൻ്റെ കഥ കേൾക്കണം, ഒന്ന് വായിക്കണം. അക്ഷരങ്ങളെ കൂട്ടി വായിക്കാൻ, ജീവിതത്തെ തിരിച്ചറിയാൻ, ഒന്ന് നന്നായിട്ട് കാര്യബോധത്തോടുകൂടി തിരിച്ചറിവുണ്ടാകാൻ, ലോകതത്വം അറിയാൻ, ജീവിത തത്വം അറിയാൻ, എങ്ങനെ ജീവിക്കണം എന്നത് രാമായണം പഠിപ്പിച്ചു തരുന്നു. സംഘർഷമില്ലാത്ത, പിണങ്ങാത്ത, മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത ഒരു ഹൃദയം ചമയ്ക്കുക എന്നതാണ് രാമായണത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഏറ്റവും വലിയ ദാനം അന്നദാനമാണെന്ന് പറയും. അതിനേക്കാളും വലിയ ദാനം രാമായണം ഓതുന്നത് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പറയരുത്, ചെയ്യരുത്. പ്രത്യേകിച്ച് പ്രായമായവരുടെ അവരെന്തെങ്കിലുമൊക്കെ പറയും, പക്ഷേ സ്നേഹം അവർക്കേ ഉള്ളൂ. അത് തിരിച്ചറിയാതെ അവരുടെ ഹൃദയത്തെ ആരെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഉരിയാടരുത്, പറയരുത് എന്നാണ് രാമായണത്തിൻ്റെ സന്ദേശം. നമ്മളെല്ലാവരും, നമ്മുടെ എല്ലാ മക്കളും ഗുരുത്വമുള്ള മക്കളായി തീരട്ടെ. എല്ലാവരും നന്മയുണ്ടാകട്ടെ. അവരുടെ നാവിൻ്റെ തുമ്പിൽ എപ്പോഴും ഒരു സ്നേഹം ഉണ്ടാവുന്ന വാക്കുകൾ ഉണ്ടാകട്ടെ. സ്നേഹവാക്കാണ് രാമൻ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.